അപ്പൊ ദാറ് ഒരു രാജ്യം, ഒരു ബലദ് എന്ന് എപ്പോൾ പറയും. ബലദ്. പിന്നെ മക്കയെ പറ്റി അല്ലാഹു പറഞ്ഞതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അവിടെ ബലദ് ഏതാ? മക്കയാണ്. മദീന മറ്റൊരു ബലദാണെന്ന്. അപ്പൊ എപ്പോഴാണ് ബലദ് എന്ന് പറയുക? ബലദ് എന്ന് എപ്പോൾ പറയും? അത് നമ്മളൊരു മൊത്തം ഒരു ഭരണാധികാരി കീഴിൽ വന്നുകൊണ്ട് മാത്രം ബലദായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആകുല എന്നുമില്ല. പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു സ്വതന്ത്രമായ ഒരു സംവിധാനത്തിൽ ഒരു ഭരണ സംവിധാനം, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു സമൂഹത്തിന് അത്യാവശ്യമുള്ള സംഗതികൾ, ഒരു ഹോസ്പിറ്റല്, ഒരു ബസ് സ്റ്റാൻഡ്, അതേപോലെ ഒരു സ്കൂള്, ഇന്നത്തെ അവസ്ഥ പറയണമെങ്കിൽ അങ്ങനെയൊക്കെ പാടെ കൂടിച്ചേരുന്ന ഒരു ഏരിയ, നമ്മളൊരു മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ. സൗദി അറേബ്യയിലേക്ക് എപ്പോഴും ബലദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മുനിസിപ്പാലിറ്റിയാണ് ബലദിയ. അതാണ് ബലദുമായി ചേർത്തുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളതിന് വേണമെങ്കിൽ ബലദ് എന്ന് പറയാം. ഒരു മുനിസിപ്പാലിറ്റി, ഒരു 4-5 പഞ്ചായത്ത് കൂടി, അല്ലെങ്കിൽ ഒരു ജില്ല കൂടി, ഇതിലൊക്കെ വേണമെങ്കിൽ ഭാഷാപരമായിട്ട് ബലദ് എന്ന പദം ഉപയോഗിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ബലദിന് മറ്റു ബലദിക്ക് മാറിയാൽ അതും ഒരു അർത്ഥത്തിൽ ഹിജ്റയാണ്. അല്ലാതെ വിസി പാസ്പോർട്ട് പോയെങ്കിലേ ഹിജ്റാവുള്ളൂ എന്നൊന്നും ഇല്ല. എന്താണെങ്കിലും ഇത്രയും ത്യാഗം സഹിച്ച് നാടും വീടും കുടുംബം ഒഴിവാക്കി ഒരാൾ മതം സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് മറ്റു നാട്ടിലേക്ക് പോകുന്നുവെങ്കിൽ ആ പാരായണം പോലും അള്ളാഹുവിനെയും റസൂലിനെയും മാർഗത്തിലാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് ഈ ഹദീസിലെ ഉദ്ദേശം.